ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട, രാധയ്ക്ക് ഒരു കുഴപ്പമില്ല. വരൂ. ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കാൻ വേണ്ട. വരുൺ, തർക്കവും ബഹളമൊന്നും പാടില്ല. എന്തൊക്കെയാ നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ ഈ ശീലമൊന്നും ഇല്ലാതിരുന്നല്ലേ? നീ അവിടെ പോയി ബഹളമൊന്നും വയ്ക്കരുത്. ഒരു പൂജ നടത്തണം എന്നുള്ളത് എല്ലാവരുടെയും താല്പര്യമാണ്. ആരെ എല്ലാവരും? ഏട്ടത്തെയും ചെറിയമ്മയും, പിന്നെ അവരുടെ വാക്കുകൾ കേട്ട അമ്മയും. അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? വരുണേ, ഒരു കുടുംബത്തിനകത്താവുമ്പോ ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതങ്ങനെ അങ്ങ് വിട്ടേക്ക്. അദ്ദേഹം പൂജ കഴിഞ്ഞ് പോകുന്നതോടെ എല്ലാവർക്കും ഒരു മനസമാധാനം കിട്ടുമെങ്കിൽ അതെന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? അച്ഛാ, ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നതാണ്. രാധയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവരും കൊണ്ടും സമ്മതിപ്പിക്കണം, എന്നിട്ട് അവളെ ഉപദ്രവിക്കണം. അച്ഛനത് മനസ്സിലാവാതെ പോകുന്നല്ലോ. ഞാൻ പറഞ്ഞു, തർക്കവും ബഹളമൊന്നും പാടില്ല. നീ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഞാൻ വരുന്നില്ല. നിന്നോട് വരാനാ പറഞ്ഞത്. ആത്മാവിന്റെ സ്ഥാനം ഈ കുടുംബത്തിലുണ്ട്. അയ്യോ, ആത്മാവിന്റെ ലക്ഷ്യം നിസ്സാരമല്ല. ഇവിടുന്നൊരു ജീവൻ അപഹരിക്കാനാണ് ആത്മാവിന്റെ വരവ്. അയ്യോ, ഈ കുടുംബത്തിൽ ആത്മാവിന് ഏറ്റവും പകയുള്ളത് ആരിലാണോ അയാളെ തന്നെയാണ് ലക്ഷ്യം. അതിപ്പോ പ്രിയങ്കയ്ക്ക് ഏറ്റവും കൂടുതൽ പക തോന്നുന്ന ആളെന്ന് പറയുമ്പോ അത് വരുണല്ലേ? എന്താ ഈ പറയുന്നേ? ഒരു പുരുഷ പ്രജയാണ്, സംശയം വേണ്ട. ആത്മാവ് ആരുടെ ശരീരത്തിലാണോ പ്രവേശിച്ചിട്ടുള്ളത് അയാൾ വഴിയായിരിക്കും പുരുഷപ്രജയുടെ മരണവും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ആത്മാവ് കുടിയേറിയിരിക്കുന്ന ശരീരം ഏതാണെന്ന് ഞാൻ വെളിവാക്കി തരണോ? വേണം, വേണം തിരുമേനി. ദേവി, കുടുംബത്തിന്റെ ശാപമായ ആത്മാവ് പ്രവേശിച്ചിരിക്കുന്ന ശരീരം കാണിച്ചു തരൂ.
ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഏയ് വേണ്ട, രാധയ്ക്ക് ഒരു കുഴപ്പമില്ല. വരുൺ, ദേ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിക്കുകയും വേണ്ട. വരുൺ, തർക്കവും ബഹളമൊന്നും പാടില്ല. ലക്ഷണങ്ങളിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും അത് നിങ്ങളുടെ ഇഷ്ടം. ഏയ്, പരിഹാരം കൃത്യമായി ചെയ്തില്ലെങ്കിൽ ആത്മാവ് കുടിയിരിക്കുന്ന ശരീരം ഇഞ്ചിഞ്ചായിട്ട് അവസാനിക്കുമെന്ന് മാത്രമല്ല, അതിനു മുമ്പ് ലക്ഷ്യം വച്ചിട്ടുള്ള ആളുടെ ജീവൻ എടുക്കുകയും ചെയ്യും. മോളെ അങ്ങോട്ട് നീങ്ങി നിൽക്കോളെ.